ഈ ക്രോധം വിറ്റ് ജീവിക്കുന്നവർ, ആൾക്കാരെ മനസ്സിൽ ക്രോധം ജനിപ്പിക്കുക, ക്രോധം അപരന നേർക്ക് അഴിച്ചുവിടുക. ഈ ക്രോധം നമ്മൾ കാണുന്ന കാര്യം ഈ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചശേഷം, 90കളുടെ തകർച്ചശേഷം ലിബറൽ ഡെമോക്രസിയുടെ ഒരു ആരവത്തിന് ശേഷം പിന്നീട് കാണുന്ന ഈ ലോകം മുഴുവൻ വ്യാപകമാകുന്ന ക്രോധമാണ്. ഈ മാർക്കറ്റ് ഫണ്ടമെൻ്റലിസം അതിഭീകരമായ രീതിയിൽ ആൾക്കാരെ ഡിസ്പോസ് ചെയ്യുന്നതിന് ശേഷം ഈ അതിഭീകരമായ ക്രോധം, ആ ക്രോധത്തെ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ഈ ക്രോധം യഥാർത്ഥത്തിൽ ഈ ജനങ്ങളുടെ വലിയ തോതിലുള്ള അപഹരിക്കപ്പെട്ടതിൽ നിന്നുണ്ടാവുന്ന ഒരു വലിയ ഫ്രസ്ട്രേഷൻ വരുന്നതാണ്. അത് റിയലുമാണത്. കാര്യം അതിൻ്റെ അകത്ത് വലിയ അപഹരണത്തിനുള്ള പ്രതിഷേധമാണ്. പക്ഷെ അതിന് മുഴുവൻ ഈ ഡെമോക്രോക്സ് ആയിട്ടുള്ള ആൾക്കാർ, ഈ സാംസ്കാരിക ദേശീയവാദികളും നവഫാഷിസ്റ്റുകളായിട്ടുള്ള നേതാക്കൾ മുഴുവൻ അതിനെ അപരഹിംസയിലേക്കും അപരവിദ്വേഷത്തിലേക്കും തിരിച്ചു. അപ്പോൾ ഈ ക്രോധം നമുക്കൊന്ന് കാണാം. ഈ ക്രോധത്തിൻ്റെ സൃഷ്ടിയാണ് ഇന്നത്തെ വലതുപക്ഷം. ഈ വലതുപക്ഷം എന്ന് പറയുന്നത്, അതിൻ്റെ റൂട്ട് കാരണം എന്ന് പറയുന്നത് ഈ പാശ്ചാത്യ വികസന പദ്ധതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യമായ വികസന സങ്കല്പങ്ങളും അതുണ്ടാക്കുന്ന ഇനീക്വാളിറ്റിയും വലിയ തോതിലുള്ള ക്രോധം സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ആ ക്രോധത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു? ആ ക്രോധം തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇസ്ലാം വിരുദ്ധതയും തന്നെ നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ ക്രോധത്തിൻ്റെ സൃഷ്ടിയാണ്. ഇത് നമുക്ക് കാണാം, ട്രംപിൽ കാണാം. ഇന്നത്തെ വലതുപക്ഷ നേതാക്കളെല്ലാം